ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും 2 പേര് എവിക്റ്റായി തൊട്ടു പിന്നാലെ ഒരു ഇജക്ഷനും കഴിഞ്ഞു. ആ ഇജക്ഷന് തൊട്ടു പിന്നാലെ അസിറോക്കിയുടെ ആ ഒരു ശക്തമായ ഇടിയെ തുടർന്ന് സിജോയ്ക്ക് കവളിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലൊന്നും ഉറങ്ങാൻ കഴിയാതെ നീര് കയറി നല്ല അവശതയിലായിരുന്നു ആള് പെർഫെക്റ്റ്ലി ഓക്കെ അല്ല എന്ന് ഇന്നലെ രാത്രിയിലൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ സർക്കസ് കൂടാരം ടാസ്ക് വരുന്നതോടുകൂടി സിജോയെ അവിടെ കാണിക്കുകയില്ല. ആളെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ റൂമിലെ ട്രീറ്റ്മെൻറ്റിന് ഓക്കെ ആയിട്ടില്ല എങ്കിൽ ആളെ പുറത്തേക്ക് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീട് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. കാരണം ഒന്നോ അതിൽ കൂടുതൽ ദിവസമോ പുറത്തേക്ക് പോകപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ബിഗ് ബോസ് വീട്ടിലേക്ക് പിന്നെ തിരിച്ച് എടുക്കില്ല എന്നുള്ള ഒരു കാര്യം റൂൾ ബുക്കിൽ അവർ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ സിജോയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ സിജോ വരില്ല. അതല്ല മെഡിക്കൽ റൂമിൽ തന്നെ ഹെൽത്ത് ഓക്കെ ആയി വരുവാണെങ്കിൽ ചിലപ്പോൾ പഴയ പോലെ എത്തിയിരിക്കാം. എന്നാൽ ആൾ ഓവർകം ചെയ്ത് വരുവാനായിട്ട് താമസം എടുക്കുമെന്നാണ് തോന്നുന്നത്. അത്രത്തോളം ആൾ ഡൗൺ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കുവാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടാസ്കിനകത്ത് സിജോയെ കാണിക്കുന്നതേ ഇല്ല. ഫുൾ ടൈം ടാസ്ക് കുറേ കാണിക്കുന്നുണ്ട്. അതിലൊന്നും സിജോ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം സിജോ തിരിച്ചു വന്നില്ല എങ്കിൽ അകത്തുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ ഓക്കെ, പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈസ്റ്റർ പ്രമാണിച്ച് വയൽക്കാടുകളുടെ വരവൊക്കെ ആകാറായി. പ്രതീക്ഷിക്കാത്ത സർപ്രൈസുമായി ഒരു കണ്ടസ്റ്റൻസ് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം പ്രഡിക്ഷനിൽ ഇല്ലാത്ത ഒരു മത്സരാർത്ഥി ഈ ആഴ്ച കയറുന്നതായിരിക്കും. നമുക്ക് കാണാം.